പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ മതി 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 എന്താണ്? ഇനി നോക്കാതെ പറഞ്ഞ നമുക്കറിയാവുന്ന വാക്യല്ലേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോൾ ഒന്നാമത്തെ ആത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ഞാൻ ഇന്നത്തെ വർഷിപ്പ് എക്സോട്ടേഷൻ മതിയായിരുന്നു ഇങ്ങനെ ചിന്തിച്ചു പോയി. കാര്യം അദ്ദേഹം എക്സോട്ട് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു? എവിടെ അല്ലേ? അദ്ദേഹം പറഞ്ഞു തന്നതാണ് നമ്മളെ പാട്ടുപാടി വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ. അതിനു മുമ്പ് ഈ പ്രബോധനം എന്ന് പറയുന്നത് നമ്മളെ എഴുന്നേൽപ്പിക്കുക. സ്തോത്രം. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷീകരണം എന്നത് വലിയൊരു ദൗത്യമാണ്. സ്തോത്രം. പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് പലർക്കുമുള്ളൊരു ബുദ്ധിമുട്ട്, സുവിശേഷീകരണം കഴിഞ്ഞ് ഒരു വർഷം, ഇന്ന് മെയ് മാസം എത്രാം തീയതിയാണ്? 26/5 എവിടെയെങ്കിലും ഒന്ന് ഉറപ്പേര്. 24 ഇവിടെ. വെരി ഗുഡ്. അപ്പം ഞാനെന്നാൽ 25 എന്നങ്ങ് പറയാം. അതാണോ? 26. സുജ കറക്റ്റ് പറയും. ആര് പറയും? ബെറ്റ്സി പറഞ്ഞതുകൊണ്ട് പറഞ്ഞു. അപ്പം 26-ാം തീയതി കഴിഞ്ഞ വർഷത്തെ മെയ് മാസം 26 ഒന്ന് ചിന്തിച്ചേ. അതൊക്കെ ഇപ്പം എൻ്റെ പാസ്റ്റർ ഓർക്കാൻ പറ്റുമോ അല്ലേ? ഒരു വർഷം 365 ദിവസത്തിനകത്ത് ഒരു ചെറിയ സുവിശേഷത്തിൻ്റെ വാക്യം, ഒരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുകയോ ഒരു ട്രാക്റ്റ് കൊടുക്കാനോ വർക്ക് പ്ലേസിലുള്ളവരോടൊന്ന് പറയുവാനോ സാധിച്ചിട്ടില്ല എങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വലിയ കൊള്ളക്കാരാ. ആരാ അത് പറഞ്ഞത്? നീ എത്ര എണ്ണം പറഞ്ഞു മോനെ? അവൻ്റെ സാക്ഷ്യം വിളിച്ചു പറഞ്ഞു. സ്തോത്രം അല്ലേ? നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ എക്സ്ക്യൂസുകൾ എന്താണെന്ന് ചോദിച്ചാൽ എന്നറിയാവോ? പാസ്റ്റർ, യു നോ ദാറ്റ്. എന്നാലും ഇംഗ്ലീഷ് എന്നോട് പിന്നെ ഭയങ്കരം. ഐ ഈറ്റ് ലോട്ട്സ് ഓഫ് മസാലാസ്, സ്പൈസി ഫുഡ്, സോ മൈ ബോഡി സ്റ്റിങ്സ്. സോ ഇഫ് ഐ ഗോ ആൻഡ് say something to the someone is an English people, it is very difficult because when I reach there, ഞാൻ അവരുടെ അടുത്ത് ഒന്ന് ഭയങ്കര ഇംഗ്ലീഷ് ആയിപ്പോ അല്ലേ? ഒരു കാര്യം ഒരു സ്വതന്ത്രം ചെയ്തേ. കർത്താവ് ഇംഗ്ലീഷിൻ്റെ ആത്മാവ് വരട്ടെ. ഫെലിക്സ് ഒക്കെ മാറി നിൽക്കട്ടെ. ഒന്ന് സ്വതന്ത്രം ചെയ്തേ. ഫെലിക്സേ, അവൻ അവിടെ നിന്നാണ്ട് മൈക്ക് എടുത്ത് ഓഫ് ചെയ്യും. നിന്നെ കാണിച്ചു കേട്ടോ. വിളിച്ചാൽ നോക്കിക്കോണം. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് അങ്ങോട്ട് വരും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വേർക്കും, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇതാകും, അപ്പോൾ എന്നെ മേൽ നിന്ന് എൻ്റെ ശരീര ദുർഗന്ധം വരും. ഇതൊന്നുമല്ല, മുഴുമടിയ. സുവിശേഷീകരണം ചോദിക്കുമ്പോൾ മടി എന്തൊക്കെയാണെന്നറിയാം പറയുന്നത്? എനിക്ക് ഭാഷ അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടബിളാണ് മറ്റുള്ളവരോട് പറയാൻ, എനിക്ക് ധൈര്യമില്ല, എനിക്ക് വചനം അറിയത്തില്ല, എനിക്ക് അങ്ങനെ ഒരു കൃപയില്ല, പിന്നെ പറയും എനിക്ക് താല്പര്യമില്ല. ലാസ്റ്റത്തെയാ, എനിക്ക് താല്പര്യമില്ല. അപ്പം നമ്മൾ ചിന്തിക്കും ആത്മാവിനെ പ്രാപിച്ചവരൊന്ന് കര ഉയർത്താൻ പറഞ്ഞ് എല്ലാവരും പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി നൽകിയിരിക്കുന്നതിന് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, വീണ്ടെടുപ്പിൻ നാളിനായിട്ട് ആത്മാവിൻ്റെ മുദ്ര നമ്മുടെ മേലിട്ടിരിക്കുന്നു. മുദ്ര ഏറ്റപ്പെട്ടവരെ വിടുവിക്കപ്പെട്ടിട്ടുള്ളൂ, അവരെ എടുക്കപ്പെടുകയുള്ളൂ. അത് ഉറപ്പുണ്ടോ? അപ്പോൾ ആത്മാവിൻ്റെ മുദ്ര ഏറ്റപ്പെട്ടവരാണ് നമ്മൾ. വീണ്ടെടുപ്പിൻ നാളിനായിട്ട് പരിശുദ്ധാത്മാവ് ഇട്ടിരിക്കുന്ന മുദ്ര. രണ്ടാമത്, ആത്മാവ് നൽകിയിരിക്കുകയാണ്. എന്താണെന്നറിയാവോ? നിങ്ങൾ എങ്ങനെയാണ് വായിച്ചത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. എന്താണ് ഈ മീൻ ചെയ്യുന്നത്? ശക്തി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ആക്കി തീർക്കുന്ന ഒരു കൃപ നമ്മുടെ മേൽ അങ്ങ് കയറും. സ്തോത്രം. നമുക്കറിയത്തില്ലായിരിക്കും ലാംഗ്വേജ്, പക്ഷെ ചെല്ലുമ്പോൾ അവന് വേണം മലയാളം അറിയായിരിക്കും. ഞാൻ അറിയുന്ന ഒരാളുണ്ട്, മെഡിക്കൽ പ്രൊഫഷണലാണ്. അവർ സുവിശേഷം പറഞ്ഞ് ഒരു സ്ഥലത്ത് അധികം നാൾ വർക്ക് ചെയ്തില്ല. കാര്യം ഭയങ്കര പ്രശ്നങ്ങളാണ്. വർക്ക് പ്ലേസുകളിൽ സുവിശേഷം പറയുന്നതിന് പരിധികളുണ്ട്, പക്ഷെ പറയും. സ്തോത്രം. നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്നത് അനുസരിച്ച് പറയാൻ തയ്യാറായെങ്കിലുണ്ടല്ലോ, ദൈവം നമ്മളെ ഉയർത്തും. അപ്പോൾ ഒന്നാമത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിൽ വരുമ്പോൾ അവൻ നമ്മളെ ശക്തീകരിക്കും എന്നുള്ളതാണ്.
ശക്തീകരിക്കും. ഈ ശക്തി ലഭിച്ചിട്ടും നമ്മൾ നിങ്ങൾ ചിന്തിക്കും, ഇതിനകത്ത് പോസ്റ്റ്മാൻമാരാരുമില്ല. പോസ്റ്റ്മാൻമാർ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പുതിയതായിട്ട് സെലക്ഷൻ ആയവരുണ്ട് 2-3 പേര്. ശരി, നിങ്ങളുടെ കയ്യിൽ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ തന്നു വിട്ടു, ഇത് ബിജു ചെറിയാന് കൊണ്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറയുകയാണ് അടുത്ത വർഷം എങ്ങാനും ചെയ്യാം, അല്ല സമ്മറാകട്ടെ, പോക്കറ്റ് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ വിളിക്കുന്നത്? വിളിച്ച് ജോലിയിൽ നിന്ന് സാക്ക് ചെയ്യും, പറഞ്ഞു വിടും. കർത്താവിനോട് അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ യേശുവിനെ നൽകിയതിനായി, രക്ഷയുടെ അനുഭവം നൽകിയതിനായി, നിലനിർത്തിയിരിക്കുന്നതിനായി നമ്മൾ കൊള്ളസംഘത്തിൽ പെട്ടുപോകരുത് ദൈവമക്കളെ. ആത്മാവിനെ ദൈവം നൽകിയിട്ട് ഒരാളോട് പോലും സുവിശേഷീകരണം നടത്തിയില്ലെങ്കിൽ ഈ ശക്തി ഉണ്ടല്ലോ, ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. ഒന്ന് നമ്മൾ തയ്യാറായാൽ അടുത്ത ഒരു കൃപ ദൈവം നൽകും. മണി ഓർഡറുകളൊക്കെ നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പോസ്റ്റ്മാൻ പറയാം ഇത് കൊടുക്കണ്ട. ഞങ്ങളുടെ അടുത്തൊരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു, കാർഡാ, അവിടെയും സുഖം ഇവിടെയും സുഖം, പിന്നെ എനിക്കാണോ വിഷമം? പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ട് പോസ്റ്റ് ചെയ്തില്ല, പിടിച്ച് സസ്പെൻഡ് ചെയ്തു. സ്റ്റിൽ നമ്മൾ ഈ വിശുദ്ധന്മാരുടെ ഗണത്തിലുണ്ട്, പക്ഷെ ദൈവം നൽകിയ ആത്മാവിനെ നമ്മളോട്ട് വിനിയോഗിക്കുന്നുമില്ല. ഒന്നാമത് ശക്തി ലഭിക്കും. രണ്ടാമത്തേത് മക്കളെ വായിച്ചേ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണമേ, ഇത് ആരോടത് പറയുന്നറിയോ? ലൂക്കോസ് ഇത് എഴുതുകയാണ്, ആത്മനിറവിൽ ലൂക്കോസ് എഴുതുക പുതിയ നിയമസഭയ്ക്ക് അല്ലേ. എഴുതുമ്പോൾ എന്താ പറയുന്നറിയാവോ? ഇത് പത്രോസ് വായിക്കണം, ഇത് യോഹന്നാൻ വായിക്കണം, ഇത് യാക്കോബ് വായിക്കണം, ഇത് അന്ത്രയോസ് വായിക്കണം, ഇത് മത്തായി വായിക്കണം, ഇത് പലരും വായിക്കണം, ഇത് ഞാനും വായിക്കണം, ഇത് നിങ്ങളും വായിക്കണം. പത്രോസിനെ സംബന്ധിച്ച് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീട്ടിൽ വരാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൾ 10-20 വർഷത്തോളം ജിമ്മ് ഞങ്ങളുടെ അവിടെ നടത്തിയ ആളാണ്. ഭയങ്കര സൈസാണ്, ജിമ്മ് നടത്തിയ ആളാണ്. ഒരു 150 ഇച്ചിരി കുറയ്ക്കല്ലേ, 145 കിലോ വെയിറ്റ് ഉണ്ട്. സൈസ് ഒരു 6.5 അടി പൊക്കം, ഭയങ്കര മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് എന്താ പ്രത്യേകത? അവരുടെ അടുത്ത് നമുക്ക് നിൽക്കാനൊരു മടിയാണ്. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ കാണാം, പുള്ളിയുടെ വീടിൻ്റെ വാതിൽക്ക് മുഴുവൻ ക്യാമറ പിടിപ്പിച്ച് വെച്ചിരിക്കുക. പേടിത്തണ്ടന ആള്. ഈ ക്ഷിപ്രകോപികളുണ്ട്, സഡൻ ആക്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ അവരെ ശരിക്കൊന്ന് പഠിച്ചാൽ ഭയങ്കര പേടിത്തണ്ടന്മാരാ. പത്രോസ് യേശുവിനെ പിടിക്കുന്നത് കണ്ട് യേശു പറയാതെ മൽക്കൂസിന്റെ കാത് വെട്ടിയത് എന്നാന്നറിയാം? കഴുത്തിനിടെ വെട്ടിയത്. എന്നെ പിടിക്കാൻ പറ്റത്തില്ല മോനെ, വെട്ടിയതാ. അവൻ വിദഗ്ധമായിട്ട് കളരി പിടിച്ചതുകൊണ്ട് ചെവി മുറിഞ്ഞു പോയി. ഈ വ്യക്തിയെ നോക്കുകയാണെങ്കിൽ പീലാത്തോസിന്റെ അരമനയിൽ അവിടെ ഭയങ്കര വിചാരണ നടക്കുമ്പോൾ പുള്ളിക്കാരൻ അവിടെ പോയിരുന്ന കാറ്റ് കൊള്ളുക, ഏതാ ചൂട് കായുക. അപ്പം ലൂക്കോസ് ആത്മനിറവിൽ എഴുതുകയാണ്, പത്രോസേ, പേര് വിളിച്ചില്ലെന്നുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേലും വരുമ്പോൾ നീ ശക്തി ലഭിക്കും. നിനക്ക് ഈ ഗലീല കടലിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലേ അറിയാവുള്ളൂ. പക്ഷെങ്കിൽ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നിന്നിൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി ലഭിച്ചിട്ട് ഈ ജെറുസലേമിൽ മാത്രമല്ല പത്രോസേ, നിങ്ങളൊന്ന് ചിന്തിച്ചേ, ജെറുസലേമിലും ശമരിയ അവർക്ക് പോകാൻ പറ്റത്തില്ല. നീ ശമരിയയിൽ പോകും, നീ യഹൂദയിൽ എല്ലായിടത്തും പോകും. എന്നിട്ട് പറയുകയാണ് ഭൂമിയുടെ അറ്റത്തോളം പോകും. ആര്? നീ പത്രോസേ. ഞാനും അച്ചാനും വളരെ അടുത്തടുത്ത് താമസിച്ച ആൾക്കാരല്ലേ. ഒരു സ്തോത്രം ചെയ്ത മണർകാടിനായിട്ട് സ്തോത്രം. അവിടുന്ന് നമ്മൾ ഇംഗ്ലണ്ടിൽ ഈ മാഞ്ചസ്റ്റർ വന്ന് ഇങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചായിരുന്നോ? കർത്താവ് എന്നതാ പറഞ്ഞത്? നീ ശക്തി ലഭിക്കും. നീ ശക്തി ലഭിച്ചിട്ട് മണർകാട് വിടും, നീ ഐരാറ്റുനാട വിടും, നീ കോട്ടയം വിടും, നീ കേരളം വിടും, നീ ഇന്ത്യ വിടും, നീ ഏഷ്യൻ വിടും, നീ വെസ്റ്റേൺ കൺട്രി പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളോട് ഈ ദൂത് കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു, പാസ്പോർട്ട് പോലും ഇല്ലാത്ത എന്നോടാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. സ്തോത്രം. കഴിവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, അത് ദൈവം അക്സെപ്റ്റ് ചെയ്യും. ഇന്ന് വരെ കേട്ടിരിക്കുന്നത് തിരിച്ചായിരിക്കും. ഇന്ന് വരെ നിങ്ങൾ സുവിശേഷീകരണം നടത്തുവാൻ ലജ്ജിച്ചതിൻ്റെ പിന്നിൽ കഴിവില്ലായ്മയാണെന്ന് പറയുകയാണെങ്കിൽ കർത്താവ് പറയും, ഹീസ് എ ഹോണസ്റ്റ് പേഴ്സൺ. അവൻ സത്യസന്ധനാണ്. അവന് കൊടുക്കാൻ എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഹോളി സ്പിരിറ്റ്. അത് വന്നു കഴിയുമ്പോൾ നിന്റെ കഴിവില്ലായ്മയെ അവൻ കഴിവുള്ളതാക്കി തീർക്കും, നിന്റെ ബലഹീനതയെ അവൻ ബലമുള്ളതാക്കി തീർക്കും, നിന്റെ താഴ്മയെ അവൻ ഉയർത്തും.
സ്തോത്രം. ഹല്ലേലൂയ. എവിടെ നമ്മൾക്ക് കഴിവില്ലെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ അംഗീകരിക്കണം. സ്തോത്രം. എല്ലാവരും ബോംബെ പോയാൽ 3 മാസം പഠിക്കുന്ന ഭാഷ ഹിന്ദി. ബിജു ചെറിയാൻ ബോംബെ പോയി 2.25 വർഷം എടുത്തു ഹിന്ദി പഠിക്കാൻ. കാര്യം ഞാൻ എങ്ങോട്ട് ജയന്തി ജനത കയറിയപ്പോൾ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പന് ഹിന്ദി അറിയാം. ഞാറേ കളിയാക്കിയതാ, ഇനി ഹിന്ദിയിലായിരിക്കും ലെറ്റർ എത്തും. അപ്പം പറഞ്ഞു പോയി വാ മോനെ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ പറഞ്ഞു, കർത്താവേ ഇത് പഠിക്കാൻ ഇത്ര കയറാൻ മുട്ടിയാണോ അല്ലേ? സ്തോത്രം. നമ്മൾ സറണ്ടർ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ ദൈവം നമ്മളെ നിറയ്ക്കും. ദൈവമക്കളെ, അവർ എന്തിനെന്നറിയാതെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചും കൊണ്ട് ആ മാളിക മുറിയിൽ ഏത് നിലയിലായിരിക്കും, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെയാണോ അതോ തീ പോലെയാണോ, ഏത് നിലയാണെന്നറിയാതെ അവർ ജാഗരൂപരായി ഏകാത്മാവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം അവരെ കേൾപ്പിച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. അവർ ഉച്ചരിക്കുവാൻ ഭയപ്പെട്ട ഭാഷകളിൽ അവർ സംസാരിച്ചു. ദേഹം നിറഞ്ഞു, അവർ ഇരുന്നവിടെ നിറഞ്ഞു, ആത്മപൂർണരായി. അവരുടെ ഭയം വിട്ടുമാറി അവരിൽ നിന്ന്. അവരെഴുന്നേറ്റ് ഒറ്റ പ്രസംഗം. പത്രോസ് 3000 പേർ സ്നാനപ്പെട്ടു. പത്രോസിനോട് പറയുക, ദിസ് ഈസ് ഓൺലി എ സ്റ്റാർട്ടർ. ഐ ആം ഗോയിങ് ടു ഡു എ ബിഗ് മിറക്കിൾ ത്രൂ യു. ബിഗ് മിറക്കിൾസ്. പത്രോസിലൂടെ തബീത ഉയർക്കുന്നു. പത്രോസിന്റെ നിഴൽ പതിച്ചവിടത്ത് ജനം വിടുതൽ പ്രാപിക്കുന്നു. പത്രോസ് പറയാണ്, പ്രേ ഫോർ ദി സ്പിരിറ്റ്, it can change you. നിന്നെ ആകെ മൊത്തത്തിൽ മാറ്റുവാൻ കഴിവുള്ള ആ ശക്തി നിന്റെ മേൽ വരട്ടെ. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൗവനക്കാർ ക്ഷീണിച്ചു പോകും, ബാല്യക്കാർ വീണുപോകും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ ആത്മനിറവിൻ്റെ വാഞ്ചയ്ക്കായിട്ട് ദൈവവചനത്തോടുള്ള പ്രതികരണം എന്ന നിലയിൽ കരങ്ങളെ അടിച്ചിട്ട് പറ, എനിക്കൊരു ദാഹമുണ്ട്. അത് അപ്പത്തിനായിട്ടുള്ളതല്ല, അത് വെള്ളത്തിലായിട്ടുള്ളതല്ല, അതെല്ലാം നിലനിർത്തുന്ന ദൈവവചനത്തിൻ്റെ ശക്തിക്കായിട്ടാ. ഒന്നാമത്തേത് ശക്തി. രണ്ടാമത്തെ വായിച്ച മക്കളെ. രണ്ടാമത്തേതാണ്, ഒന്ന് ശക്തി ലഭിക്കും. ലഭിച്ച ശക്തിയെ പിടിച്ചു വെക്കുകയല്ല, ദൈവത്തിൻ്റെ സാക്ഷികളാകും. ബേൺലി സഭയിൽ ഇന്നലെ ഞാൻ ശുശ്രൂഷിക്കുക. 2003 or 2002 ഞാൻ ബേൺലി പോയി ഫസ്റ്റ് ടൈം. ജോലിയൊന്നും എനിക്കില്ല. ബോംബെയിൽ കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തിക്കൊണ്ട് ഒരു പ്രിൻ്റർ വേണം എനിക്ക്. എന്തെങ്കിലും 2 നോട്ടീസ് അടിച്ചു പിടിച്ച് 10 പൈസ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഒരു ലേസർ പ്രിൻ്റർ മേടിക്കാൻ പോയി, സെക്കൻഡ് ഹാൻഡ് പ്രിൻ്റർ മേടിച്ച് ഞാൻ വണ്ടിയിൽ വെച്ചു. ഒരു ഹിന്ദിക്കാരനെ കണ്ടപ്പോൾ സന്തോഷം, പറഞ്ഞിട്ടുള്ളത് എന്നാലും പറയുകയാണ്. ചായക്കട കണ്ടപ്പോൾ ഹിന്ദി ബോർഡ് കണ്ടപ്പോൾ കയറി. കട്ടിങ് മിലേഗ? ऑफ कोर्स बिल्कुल मिलेंगे. बहुत हिंदी लोग हैं इधर, बहुत हिंदी लोग हैं. ओह आप किधर से? यहाँ लिवरपूल से. लिवरपूल बहुत बुरा काम, ബേൺലി में आना. ഞാൻ പറഞ്ഞ കട്ടിങ്ങും ഒരു സമൂസയൊക്കെ അടിച്ചിട്ട് പോന്നിട്ടൊരു 10 മിനിറ്റ് വണ്ടി ഓടിച്ചിട്ട് ഞാൻ തിരിച്ചു ഒരു ബ്രിഡ്ജിൽ കയറിൻ്റെ അവിടെ. ബ്രിഡ്ജ് കഴിഞ്ഞപ്പോൾ വണ്ടി പുൾ ഓവർ ചെയ്തു. ഞാൻ ആ ബ്രിഡ്ജിൽ നിന്ന് പ്രാർത്ഥിച്ചു. 2002 നടന്നത്. എൻ്റെ ദൈവമേ, ഈ ബേൺലിയിൽ ഒരു ഉണർവ് ദൈവം ഒരു കാലത്തയക്കും. അന്ന് നീ എന്നെ ഓർക്കണമേ. ഒരു പദം കൂടെ ചേർത്ത് പറഞ്ഞു, ബേൺലിയിൽ ഒരു ഉണർവ് ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ ദൈവമേ, നീ അതിനായിട്ട് എന്നെ തന്നെ ഉപയോഗിക്കണമേ.
22 വർഷം മുന്നേ വിതച്ച കണ്ണീരോടെ ആത്മദാഹത്തോടെ വിതച്ചത് ഇന്നവിടെ സഭയായെങ്കിൽ ഇന്ന് നിങ്ങൾ പറയണേ, എൻ്റെ അപ്പത്തെ മേൽ ഞാൻ വെള്ളത്തിൻ്റെ മേൽ എറിയുന്നു. എനിക്കറിയത്തില്ല, പക്ഷേ ഒന്നറിയാം, അത് തിരിച്ചൊരു പ്രതിഫലമായി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ സമ്മറിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൻ്റെ നിറവിലൊന്ന് പറഞ്ഞേ, എന്നിലുള്ള കഴിവുകേടുകളെ, എന്നിലുള്ള കഴിവ് കുറവുകളെ, എന്നിലുള്ള ബലഹീനതകളെ, എന്നിലുള്ള താല്പര്യമില്ലായ്മകളെ, എന്നിലുള്ള അലംഭാവത്തെ, എന്നിലുള്ള ഉത്സാഹത്തിന്റെ മടുപ്പിനെ ഇന്ന് പകൽ ആത്മനിറവിൽ ഞാൻ കരങ്ങളെ അടിച്ചിട്ട് പറയും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽക്കെട്ടുകളെ ചാടിക്കടക്കും. അതിനായിട്ടൊരു പുത്തൻ ശക്തി എന്റെ മേൽ വേണം. സ്തോത്രം. ഇല്ലേ ഉണ്ടല്ലോ, മഹനീയം സഭയെന്ന് പറയുന്നതിന് മുമ്പ് ഓൺലൈനിൽ ഇരിക്കുന്നവരോടും കൂടി പറഞ്ഞു, ആലിബാബായി 41 കള്ളന്മാരെന്ന് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. എന്തുവാ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. എന്ന് പറയുന്നത് പോലെ അറിയും, ബിജു ചെറിയാനും കൊള്ള സംഘം എന്ന് പറയും. തമാശല്ല. ആത്മാവിനെ പ്രാപിച്ചിട്ട് അതിനെ വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ കൊള്ളക്കാരുടെ ഗണത്തിലാണ്. ആത്മാവിനെ പ്രാപിച്ചിട്ട് ഇത് പോരാ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വിശുദ്ധന്മാരുടെ ഗണത്തിലാണ്. എന്തിനാ ഈ ദാഹം? ചിലരോടെങ്കിലും സുവിശേഷം പറയണം. ഇതായിരിക്കണം നമ്മുടെ മോട്ടോ. രണ്ട് മൂന്ന് കാര്യം കൂടെ പറയണം, നിർത്താം. മക്കളെ വായിക്കാം 2:17. നിങ്ങൾ ശ്രദ്ധിക്കണമേ. മടിയന്മാരെന്ന കരം ഉയർത്തിക്കേ. അച്ചാന ഉയർത്തിയത്. അച്ചാൻ അവിടുത്തെ ആദ്യത്തെ ഞങ്ങളുടെ അച്ചാനല്ല, ജോസ്റ്റാൻ തോണ്ടിയല്ലേ. മടിയന്മാരെന്ന കരം ഉയർത്തിക്കേ. 1, 2. നിങ്ങളുടെ ഹോണസ്റ്റിനായിട്ട് ദൈവത്തിന് സ്തോത്രം. മടി പിടിച്ചിരിക്കണ്ട. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഇന്ന് ഈ സഭാമധ്യേ വന്ന 2 പേര് പാരച്ചൂട്ടേം താഴെ വീണ് പോണ പോലെ ഞങ്ങൾക്ക് കണ്ട് നിങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് മടി വിട്ടിട്ട് കര ഉയർത്തി സ്തോത്രം ചെയ്തേ. 2 നീ സിഡ്നിന്നോ? ഞാൻ പറയാം, സിഡ്നിയാണ് ഞാൻ. ഏത് കിഡ്നിയാണേലും ശരി, സ്തോത്രം. 1 ശക്തി, 2 സാക്ഷി. മൂന്നാമത്തേത് ഈ ശുശ്രൂഷയിൽ ഇറങ്ങിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു വരമാണ് പ്രവചനവരം. എന്തിനാണെന്ന് ചോദിച്ചാൽ, കർത്താവേ നിൻ്റെ കണ്ണിൽ ഞാൻ തന്നെയായിരുന്നു. ഞാൻ തന്നെയാണോ അതോ അപ്പുറത്തെ സാബുവായിരുന്നു? അല്ല, നീ തന്നെയായിരുന്നു ബിജു. അതെങ്ങനെ നീ ഒന്ന് പ്രവചിക്കും. സ്തോത്രം. നമ്മൾ പ്രവചിക്കുന്ന മുഴുവൻ നടക്കും. എൻ്റെ ലിവർപൂൾ സഭയിലായിരുന്നപ്പോൾ ഞാൻ പ്രവചിക്കുന്ന ദൈവകൃപ നടക്കുന്നു ആത്മാവിന. അപ്പോൾ ഒരു വ്യക്തി ഇച്ചിരി ഈ മാനസാന്തരം കൂടുതലുള്ള ആളാണ്. പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററുടെ ഭയങ്കര കരുനാക്കാന്ന്. കേൾക്കണമേ, കർത്താവിൻ്റെ കൃപയിലല്ലേ പുള്ളിക്ക് വിശ്വാസം വന്നേ. ഞാൻ എങ്ങനെയെങ്ങാണ്ട് വെച്ചപ്പോൾ ഇങ്ങനെ നീയൊക്കെ ഇങ്ങനെ എടാ കൈവിടപ്പെട്ട് പോയാ ഇങ്ങനെ നടക്കുമ്പോൾ നാക്ക് കാണിച്ചു. പുള്ളി അത് കണ്ടപ്പം കരുനാക്ക. എന്നോട് പറയും, പാസ്റ്ററുടെ മുഴുവൻ കരുനാക്ക, പിന്നെ എങ്ങനെ നടക്കാതിരിക്കുമെന്നു. ഞാൻ എടാ നിന്നെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ മീനച്ചിലാറി മുക്കിയാലും നീ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആളാ ബെർസി അല്ല കേട്ടോ, ബെർസി എല്ലാവരും നോക്കുക. സ്തോത്രം. ഇപ്പം നമ്മൾ പ്രവചിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്, പ്രവചിക്കത്തില്ല. അപ്പം കർത്താവ് എന്നെ പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും. സകല ജഡമെന്ന് പറഞ്ഞാൽ അത് നോട്ട് ഓൺലി എ ഹ്യൂമൻ ബീങ്, മനുഷ്യൻ മാത്രമല്ല, നാൽക്കാലികൾ, പക്ഷികൾ, മൃഗങ്ങൾ, മീന്, പറവ എല്ലാം പ്രവചിക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എന്തിനാണെന്നറിയാമോ? നീ തയ്യാറല്ലെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഏറ്റവും ഈ ആഴ്ചത്തെ കോമഡി ചിലപ്പോൾ നടക്കണമെന്ന് അറിയോ? നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന മകൻ നിങ്ങളെ നോക്കിയിട്ടുണ്ടല്ലോ, 2 ദൂത് പറയാവോ? പറ്റാഴ്ച എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറയും, പാസ്റ്റർ ഇവൻ എന്തോ പ്രശ്നമുണ്ടോന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും. പപ്പായോട് പറയും, പപ്പ യു ആർ നോട്ട് റൈറ്റ്, യു ആർ നോട്ട് ഇൻ എ റൈറ്റ് ട്രാക്ക്. മമ്മി യു ആർ നോട്ട് റൈറ്റ്, യു ആർ നോട്ട് ഇൻ എ റൈറ്റ് ട്രാക്ക് എന്ന് പറയാമോ? നെക്സ്റ്റ് സൺഡേ ആ കൊച്ചിനെ കൊണ്ടുവരും. ഒന്ന് കരം വെച്ചേക്കാൻ പറയും. ഇവൻ എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നു. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിച്ചു.
സ്തോത്രം. എൻ്റെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെയുണ്ട്. ഞങ്ങളൊരു വീട് കോട്ടയത്ത് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ആ ആൻറ്റിയൊക്കെയാണ് എൻ്റെ വിവാഹം നടത്തിയത്. TPM വിശ്വാസത്തിലുള്ളവർ. അവർക്ക് ഞങ്ങൾ കൊടുത്ത് അവരുടെ വിഡോയ അവർ താമസിക്കുക. ഈ വിഡോയുടെ പിതാവ് ഹസ്ബൻഡ് കോട്ടയത്ത് മാർക്കറ്റിൽ ബിസിനസ്സായിരുന്നു. നിങ്ങളുടെ ഒരു ആത്മീയ ഇതിനു വേണ്ടി പറയുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം സംബന്ധമായ ഒരു അസുഖം വന്നു. ഇദ്ദേഹം മരണത്തോടടുത്തു. ഇദ്ദേഹത്തിൻ്റെ മോൻ ആദ്യം മരിച്ചുപോയി. ആദ്യം മോൻ മരിച്ചു, പിന്നെ ഹസ്ബൻഡ് മരിക്കുകയാണ്. അപ്പം മോൻ്റെ മരണത്തെങ്കിൽ നടന്നൊരു സംഭവം പറയാം. ഇന്നും എന്നെ പേടിപ്പെടുത്തുന്നതാണ്. സ്വന്തം മകൻ മരണാസന്നമായി കടക്കെ കിടക്കുമ്പോൾ അമ്മ അടുത്ത് എന്നും പറഞ്ഞു, എൻ്റെ അടുത്ത് വരരുതെന്ന്, എൻ്റെ അടുത്ത് വരരുതെന്ന്, മാറി നിൽക്കാൻ. സ്തോത്രം. എൻ്റെ അടുത്ത് വരരുത്, മാറി നിൽക്കാൻ. അമ്മമ്മ പാവരമ്മാമ്മയാണ്. പക്ഷെങ്കിൽ കർത്താവ് എവിടെയോ ഒരു കുറവ് അവരിൽ കണ്ടു. ഒരു ദൈവസന്നിധി മുഴങ്കാൽ മടക്കി. പക്ഷെ മകനും ഹസ്ബൻഡും ഒക്കെ നഷ്ടപ്പെട്ടെങ്കിലും പിന്നെ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു തീപ്പന്തമായി തീർത്തു. കർത്താവ് നോക്കിക്കേ, നമ്മളിലെ അകൃത്യങ്ങളെ കണ്ടിട്ടും നമ്മളെ നിലനിർത്തിയിട്ടും നമ്മൾ ദൈവസന്നിധിയിൽ ക്രമപ്പെട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നമ്മുടെ കണ്ണെ നോക്കി മൂക്കെ നോക്കി പറയും, നോട്ട് ഗുഡ് അറ്റ് ഓൾ ഡാഡി, യു ആർ നോട്ട് ഡൂയിങ് റൈറ്റ്. യു വിൽ ബി പണിഷ്ഡ് എന്ന് പറയും. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഇരുത്തി പറയാം. ഞാൻ ഷൗട്ട് ചെയ്താൽ പറയും, പപ്പാ ഹോളി സ്പിരിറ്റ് ഇറ്റ് ഈസ് ലൈക്ക് എ ഡോവ്, അത് പറന്നു പോകുവേ. ഞാൻ പറയും, ഇല്ലടാ, ഡിസെൻഡിങ്ങും അസെൻഡിങ്ങും ഉണ്ട്, അത് തിരിച്ച് എൻ്റെ തന്നെ വന്നോളും എന്ന് പറയും. സ്തോത്ര സ്തോത്രം എന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എന്താ? നമ്മളെ കണ്ടം ചെയ്ത് പ്രവചിച്ചു കളയും. സ്തോത്രം. UK വന്നപ്പോൾ നമ്മളെന്താ പറഞ്ഞു? ഇനിയാണ് സുവിശേഷീകരണം തുടങ്ങാൻ പോകണമെന്നല്ലേ. ഇവിടെ വന്നപ്പം പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇതിലും നല്ലത് അവിടെ ആയിരുന്നു, അങ്ങോട്ടും പോകാൻ മേല. 1 ശക്തി, 2 സാക്ഷി, 3 പ്രവചനം, 4 മതി. ഒന്നും കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം ഒന്ന് വായിച്ച മക്കളെ. 38-ാം വാക്യം, സോറി. നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നാണെന്നറിയാവോ? പുസ്തകമൊക്കെ മടക്കിക്കോ ദൈവമക്കളെ. ഈ ആത്മപൂർണ്ണൻ്റെ സ്വഭാവം നമ്മൾ മറ്റുള്ളവർക്ക് തണുപ്പ് പകരുക എന്നുള്ളതാണ്. ചിലരുണ്ടല്ലോ ചുമ്മാ ബ്ലസ്സിയല്ല, എന്നാൽ അതുപോലെയൊക്കെ ഉള്ളവരാണ് ഇങ്ങനെ നോക്കിയിട്ട് പറയും, പാസ്റ്ററിന് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന്. പഴയതിൽ നല്ലതായിട്ടാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ബ്രൈറ്റ് പാസ്റ്റർ പറയും, സിസ്റ്റർ പറഞ്ഞ റൈറ്റാ, എന്തോ കുഴപ്പമുണ്ട്. ഞാൻ പറയും, വരുന്നേ, ഞാൻ ഇന്ന് ടോയ്ലറ്റിൽ പോയിട്ട് കുഴപ്പം. ഞാൻ പറഞ്ഞു, ഓക്കെയാ. ഇല്ല, മുഖത്ത് ഒരു വിളർച്ച. അത് കണ്ണാടി നോക്കിയില്ലല്ലോ. ഞാൻ ചെന്ന് ഓക്കെ തിരിച്ചു വന്നു. പാസ്റ്റർ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലാത്ത ഷുഗർ കയറുക. ഞാൻ പറയും, ഇല്ല, ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തു. എന്നാൽ കൊളസ്ട്രോളാണ് ഡെഫിനറ്റ്ലി. ഇത് രണ്ടും അല്ലെങ്കിൽ പാസ്റ്ററെ പൊട്ടാസ്യം ഉണ്ട്, എന്തോ ഗ്രാനൈഡ് ഉണ്ട്, എന്തുകൊണ്ടൊക്കെയോ ഐറ്റംസ് കേൾക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ. ഒന്നും അല്ലേ പറയും, പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയും. കാൽസ്യം കുറവാണ്. നമ്മൾ പറയണം, യു ലുക്ക് സോ സ്മാർട്ട് എന്നൊന്ന് പറഞ്ഞു നോക്കി അല്ലേ, എന്ന് പറഞ്ഞാൽ നല്ലതല്ല. അങ്ങനെ നമ്മളെ കാണുമ്പോൾ അങ്ങ് ഡൗൺ ആക്കുമോ. ഞാനിവിടെ വരും പണ്ട് പറയും, എന്നോട് എന്താ കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കരുതെന്ന്. ആരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഈ ചോദ്യം മേലിൽ ചോദിക്കരുത്. നമ്മൾ അവിടുന്ന് വരുമ്പോൾ ചോദിക്കുന്നത്, എന്താ കുഴപ്പമുണ്ടല്ലോ. ഞാൻ പറയാം, ഒരു കുഴപ്പമില്ലടാന്ന് പറയും. നീ എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ കുഴപ്പം ഉണ്ടാക്കും ഇവിടെ. ഇല്ലാത്ത ഞാൻ പിന്നെ തിരിച്ചു പോകാം, ബാത്റൂമിൽ പോയി നോക്കും, ഓക്കെ ആണോ, ഓക്കെ. തിരിച്ചു വരും പറയും, അല്ല എന്തോ ഉണ്ടോ, പുറകോട്ട് പോയുണ്ടോ, ഭ്രാന്തുണ്ടോ, ചോദ്യ. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതായി തീരട്ടെ. ഇങ്ങനെ കണ്ടിട്ട് പറയണം, ബ്ലസ്സം പാസ്റ്ററെ, ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ആളങ്ങ് സ്മാർട്ടായാലോ എന്ന് പറയുവാണുണ്ടല്ലോ, പുള്ളി അടുത്ത ആഴ്ച ഉണ്ടല്ലോ ടൈയും കെട്ടി വരും. ഞാൻ 2 ആഴ്ച പറഞ്ഞേ ഉള്ളൂ നമ്മുടെ ഫെലിക്സിനോട്. കഴിഞ്ഞ ആഴ്ച കണ്ടാലും സൂട്ടിട്ട് വന്നു. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഇത് മാച്ചിങ് അല്ലല്ലോടാന്ന് പറഞ്ഞു. ഇന്ന് ഇടാതെ വന്നു. നോക്ക്, ശുശ്രൂഷയുടെ ആകെ തുക എന്ന് പറയുന്നത് വീണവരെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. അതാ അതിൻ്റെ മോട്ടോ. വീണവനെ എഴുന്നേൽപ്പിക്കുക. എന്തിനാ? കർത്താവിന് വേണ്ടി ഒരുക്കി നിർത്തുക. നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ, നിങ്ങൾ ഇങ്ങനെ മക്കളെ, ജീവജല നദികൾ നിങ്ങളിൽ നിന്ന് ഒഴുകും.
ഉപ്പിനാൽ രുചി നമ്മുടെ വാക്കുകൾ മുറിവ് വരുത്തും. സ്തോത്രം. വാക്കുകൾ മുറിവ് വരുത്തും. അപ്പം നിങ്ങൾ പറയണം, ഞാനത് മാറ്റും. ആത്മപൂർണ്ണൻ്റെ ലക്ഷണങ്ങൾ അതൊക്കെ. 1 ശക്തി, 2 സാക്ഷ്യം, 3 പ്രവചനം, 4 നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ താങ്ങുന്നതാകട്ടെ. ഇന്ന് ഇത്രത്താൾ ഞാൻ നിർത്തുകയാണ്. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സോനു മുമ്പോട്ട് കടന്നു വന്നാട്ടെ. നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം ദൈവകരങ്ങളിലേക്ക്. കർത്താവേ, ചെറിയ ചിന്തയാണ്, എന്നാൽ അത് എന്നെ ആകമാനം മാറ്റേണ്ടതാണ്. ഞങ്ങളൊരു സമ്മറിലേക്ക് പ്രവേശിക്കുകയാണ്. ചർച്ച് ട്രാക്റ്റൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിൻ്റെ ലോഗോ പതിച്ച ഹാറ്റ് ക്രമീകരിച്ചിരിക്കുന്നു. ടീഷർട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അതിനുള്ള കർത്താവ് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു. അതിനായിട്ട് പലരും ഓഫുകൾ ക്രമീകരിക്കപ്പെടുന്നു. ഞാൻ ഏത് ഗണത്തിൽ? യഹോവയുടെ പക്ഷത്തുള്ളവരെ ഈ ഭാഗത്തേക്ക് ഇത് മാറി നിൽപ്പീൻ എന്ന് പറഞ്ഞ് രൂപൻ്റെയും അല്ലെങ്കിൽ യഹൂദയുടെ മേൽ നോക്കിയപ്പോൾ ലേവി ഗോത്രം ചാടി വീണതുപോലെ എന്നെയും ഒരുക്കണമേ. ഞാൻ കൈവിടപ്പെട്ടു പോകല്ലേ. ഞാൻ കർത്താവേ, നിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് നിനക്ക് വിരോധമായിട്ട് നിൽപ്പാനല്ല, അനുസരണമുള്ളവനായി നിർത്തുവാൻ എന്നെ സഹായിക്കണേ. എന്നെ അതിനായിട്ട് ഒരുക്കണമേ. നിങ്ങളുടെ കരം നെഞ്ചത്തോടൊന്ന് ചേർത്ത് വെച്ച് എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ബലഹീനതയിൽ, താഴ്ചയിൽ, പ്രയാസങ്ങളിൽ, ഉൾക്കരുത്തില്ലായ്മകളിൽ ധൈര്യം പകരുന്ന ദൈവാത്മാവേ, ധൈര്യം പകരുന്ന ദൈവാത്മാവേ, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് യോശുവയോട് പറയാൻ കാരണം മോശയുടെ മരണമാണ്. കർത്താവേ, എന്നെ സഹായിക്കണമേ. നല്ല ദൈവമേ, നിത്യനായ കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തി ഒരു വിസ്ഫോടനമായി ഈ ഹൃദയങ്ങളിൽ ചലിക്കണം. വരും ദിവസങ്ങൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ തന്നെ സമർപ്പിച്ച് ഒരുക്കമുള്ള ഹൃദയത്തോടു കൂടി ഇവർ മടങ്ങി വന്ന് സഭയുടെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായി. ഈ ജനത്തിൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്ന കൃപ ഇറങ്ങണം യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് കൊടുക്കുവാനുള്ള സമയമാണ്. ഗോഡ് ബ്ലസ്.